നമുക്കറിയാം, നമുക്ക് ഒത്തിരി ഉപദേശങ്ങൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷേ പലരും വീണു പോവുകയാണ്. നോക്കിയാൽ എന്നാൽ നമുക്ക് തെറ്റിപ്പോകാതിരിക്കാൻ നമുക്ക് പൗലോസിലേക്ക് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പൗലോസ് തൻ്റെ യേശുക്രിസ്തുവിനെ ദെമോസ്കോസിൻ്റെ പടിക്കൽ വെച്ച് കണ്ടത് മുതൽ തിമോത്തിയോസിന് തന്നെ അവസാന ലേഖനം എഴുതുമ്പോൾ പറയുന്ന ഒരു വചനം വരെയുള്ള ആ ഭാഗങ്ങൾ അവനെ ശ്രദ്ധയോടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യ ജീവിതം വളരെ സിമ്പിളാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഓരോരോ ഉപദേശങ്ങളാൽ നമ്മൾ വലഞ്ഞു പോകാതിരിക്കേണ്ടതിന് ബൈബിളിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കണം, അപ്പോസ്തലന്റെ ഉപദേശങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കണം. നമുക്ക് ആ പൗലോസിൻ്റെ ആ ഒരു വചനം ഒന്ന് എടുത്തു കഴിഞ്ഞാൽ എന്തോ, അതായത് 2 തിമോത്തിയോസിൻ്റെ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ താൻ അവസാനമായിട്ട് എഴുതുന്ന ലേഖനമാണ്. താൻ ജയിലിൽ കിടക്കുമ്പോൾ തൻ്റെ നിജപുത്രനായിരിക്കുന്ന തിമോത്തിയോസിന് ഒരു കത്ത് അയക്കുകയാണ്, നീ മടങ്ങി വരുമ്പോൾ ഇന്ന കാര്യങ്ങൾ കൊണ്ടുവരണം. എന്നിട്ട് ആ തിമോത്തിയോസിന് ഒരു ഉറപ്പ് കൊടുക്കുകയാണ്, നമ്മൾ തമ്മിൽ കണ്ടില്ലെങ്കിൽ സാരമില്ല, നമ്മൾ അവിടെ വെച്ച് കാണാമെന്നാണ് പൗലോസ് ഈ വചനം മുഖാന്തരം തിമോത്തിയോസിനെ ധൈര്യപ്പെടുത്തുന്നത്. ആ വചനം ഇങ്ങനെയാണ്: 1 തിമോത്തിയോസ് 4:7. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഓക്കെ, നോക്കി. അപ്പോൾ തൻ്റെ ഏതാണ്ട് 30-ാമത്തെ വയസ്സിൽ, ഏകദേശം 30-ാമത്തെ വയസ്സിലാണ് ദെമോസ്കോസിന്റെ പടിക്കൽ വെച്ച് ഈ പൗലോസ് യേശുക്രിസ്തുവിനെ അറിയുന്നത്. അതിനുശേഷം ഏതാണ്ട് 64-ാമത്തെ വയസ്സിലാണ് താൻ ശിരച്ഛേദം ചെയ്യപ്പെടുന്നതാണ് ഞാൻ വായിച്ചും ഗ്രഹിച്ചും ഒക്കെ അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ തൻ്റെ 34 വർഷമുള്ള ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതം താൻ ജയകരമായിട്ട് ഓടിത്തീർത്തിയ ഒരു കാര്യമുണ്ട്. എന്നാൽ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഇങ്ങനെ ഒരു സാക്ഷ്യം നമുക്കും ഉണ്ടായിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതെങ്ങനെ നമുക്ക് സാധ്യമാകും? ഇതാ തിമോത്തിയോസിന് എഴുതുമ്പോൾ അതിൻ്റെ ബാക്കി കാര്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. ഇനി നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. അപ്പോൾ നോക്കി, ജയകരമായിരിക്കുന്ന ക്രിസ്തീയ ജീവിതത്തിന് നമ്മൾ പ്രിയം വെക്കുന്നത് എന്താണെന്ന് അറിയാമോ? യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ പൗലോസ് ഈ 34 വർഷവും ഓടിയത് യേശു ക്രിസ്തുവിനെ വീണ്ടും കാണാം എന്നുള്ള വിശ്വാസത്തോടെയാണ്, അവനെ കാണണമെന്നുള്ള പ്രത്യാശയോട് കൂടിയാണ്. അപ്പോൾ ഇവിടെ തിമോത്തിയോസിനോട് പറഞ്ഞു, തിമോത്തിയോസെ, ഞാൻ ഒരുപക്ഷെ നമ്മൾ തമ്മിൽ കണ്ടില്ലെങ്കിൽ പോലും എൻ്റെ ശിരച്ഛേദം, എൻ്റെ നിര്യാണ കാലം ഏതാണ്ട് അടുത്തിരിക്കുകയാണ്. എന്നാൽ ഈ ഭൂമിയിൽ വെച്ച് എൻ്റെ ജീവിതം നമ്മൾ തമ്മിൽ ഇനി കാണുന്നില്ല എങ്കിൽ പോലും ഞാൻ പ്രിയം വെച്ച ഈ യേശുക്രിസ്തുവിൽ തന്നെയാണ് നീയും പ്രിയം വെക്കുന്നതെങ്കിൽ, ഞാൻ ഓടിയതുപോലെയാണ് നീയും ഓടുന്നതെങ്കിൽ, ഞാൻ പ്രശംസിക്കുന്നതിനെ തന്നെയാണ് നീയും പ്രശംസിക്കുന്നതെങ്കിൽ, നമ്മൾ എന്തിനാണ് ദുഃഖിക്കുന്നത്? നീയും എൻ്റെ അടുക്കൽ വരും, നമുക്ക് വീണ്ടും ഒന്നിച്ച് കാണാമെന്നാണ് ഈ വചനത്തിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്.